നമസ്കാരം. കോൺഗ്രസുകാരുടെ സംസ്കാരം എന്തെന്ന് ഉമാ തോമസിന്റെ ഒരു പ്രതികരണം തെളിയിക്കുകയാണ്. വലിയൊരു അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവർ തന്നെ ഒരു ചാനലിന്റെ അഭിമുഖത്തിൽ വാർത്താ സൃഷ്ടാവായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളോട് വിയോജിക്കേണ്ടി വരും. ഇപ്പോഴും മന്ത്രി സജി ചെറിയാനെതിരെ ഉമാ തോമസ് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ല, സംസ്കാരമില്ലാത്ത മന്ത്രിയാണെന്ന് തോന്നിപ്പോയി എന്ന പരാമർശം ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന മറവിയുടെ ഭാഗമായിട്ട് വന്നു പോയിരിക്കുന്ന ഒരു വാചകമായിട്ട് കണക്കാക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ലോകത്ത് ഒരു വ്യക്തിയോടും ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല തന്നെ. കാര്യം ഒരു വലിയ വീഴ്ച അപ്രതീക്ഷിതമായിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉമാ തോമസിന് ഉണ്ടാകുന്നത് എല്ലാവരും വളരെ വിഷമത്തോടെ കണ്ടുനിന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തെക്കുറിച്ച് ഉമാ തോമസ് റിക്കവറിംഗ് സ്റ്റേജിലെത്തുമ്പോൾ പറയുന്ന ആ നീതികെട്ടൊരു വാക്കുണ്ട്. മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉമാ തോമസ് MLA ഉന്നയിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന് ശേഷം ആദ്യമായി നൽകിയ അഭിമുഖത്തിൽ മനോരമ ന്യൂസ് നേരച്ചുവിൽ പ്രതികരിക്കുകയായിരുന്നു. അവർ അപകടത്തിന് ശേഷമുണ്ടായ സമീപനം സാംസ്കാരിക മന്ത്രിക്ക് സംസ്കാരമുണ്ടോ എന്ന സംശയമുണ്ടാക്കി. അഴയിലിട്ട തുണി താഴെ വീണ ലാഘവത്തോടെയാണ് വീഴ്ചയ്ക്ക് ശേഷം പലരും സ്വന്തം സീറ്റുകളിൽ പോയിരുന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. എന്തു സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ പോലും മന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ലെന്നും ഉമാ തോമസ് നേരച്ചുവിൽ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയ ഒരു സംഭവമുണ്ട്. നമ്മളുടെ ഈ പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയാണ്. സംസ്കാരം അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയോ എന്ന് എനിക്ക് സംശയം തോന്നി. ആ പരിപാടി അവിടെ നടക്കുമ്പോൾ എനിക്കൊരു വീഴ്ച ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ വാക്കുകളാണ്. അഴയിലിട്ട തുണി താഴെ വീണതുപോലെയാണ് ആളുകൾ അയ്യോ എന്ന് പറഞ്ഞത്. ഉമാ തോമസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അയയിലിട്ട തുണി പോലെയാണ് മറ്റുള്ളവർ കണക്കാക്കിയതെന്ന് പറഞ്ഞതെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ ഉമാ തോമസ് കേൾക്കേണ്ട രണ്ട് പ്രതികരണമുണ്ട്. ഏതോ ഒരു കൂട്ടുകാരി തന്നോട് പറഞ്ഞു എന്ന് പറയുന്നതിനപ്പുറം എന്താണ് ആ സന്ദർഭത്തിൽ സംഭവിച്ചതെന്ന് ഈ നാട് ഒന്നടങ്കം കണ്ടതാണ്. ആ സന്ദർഭത്തിൽ തന്നെ മാതൃഭൂമി ചാനലിൽ നിന്ന് മന്ത്രി സജി ചെറിയാനെ ബന്ധപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. ശരി 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 വളരെ നന്ദി മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ പ്രതികരണം അറിയിച്ചതിന്. അദ്ദേഹവും അങ്ങോട്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. വലിയൊരു വീഴ്ചയാണ് ഉണ്ടായതെന്നാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ കാണുമ്പോഴേ ഒരു 1.5 ആൾ പൊക്കമെങ്കിലുമുള്ള സ്റ്റേജാണ്. അതിൽ നിന്ന് താഴേക്കാണ് വീണത്. അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു വീഴ്ച പറ്റിയാൽ വലിയ ആഘാതമുണ്ടാകും. അതെ, ആശുപത്രിയിലേക്ക് ഓടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം റെനി മെഡിസിറ്റിയിലായിരുന്നു ഈ അപകടത്തിന് ശേഷം അവരെ എത്തിച്ചതും വിദഗ്ധ ചികിത്സയെല്ലാം നൽകിയതും. അതിനുവേണ്ടി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതും അതിനുവേണ്ടി ഇടപെടൽ നടത്തിയതും അവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിച്ചതും ആദ്യഘട്ടത്തിൽ സജി ചെറിയാനായിരുന്നു. അതിനുശേഷവും അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. ഒരു വ്യക്തിയുടെ ഉള്ളിലെ മനുഷ്യൻ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രതികരണം. ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരു അപകടം സംഭവിച്ചു. സത്യത്തിൽ ഇന്നലെ ഞാൻ രാത്രി ഞങ്ങൾക്ക് വളരെ ലേറ്റായിട്ട് അവിടെ നിന്ന് പോകുന്ന നേരത്ത് ഉറങ്ങാൻ പോലും പറ്റില്ല. കാരണം അത്രമാത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉമാ തോമസിനെ ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നത്. എത്രയും വേഗം അവർ റിക്കവറി ചെയ്തിട്ട് എത്രയും വേഗം സുഖമായി പഴയ പോലെ തന്നെ ജീവിതത്തിലേക്ക് വരട്ടെ, പൊതുപ്രവർത്തനത്തിൽ വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതെ, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു മന്ത്രി. ആ മന്ത്രി തൻ്റെ സഹപ്രവർത്തകയ്ക്കുണ്ടായ ആ വീഴ്ചയ്ക്ക് വല്ലാതെ വേദനിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ കേട്ടത്. ആ വ്യക്തിയെക്കുറിച്ചാണ് സംസ്കാരമുണ്ടോ എന്ന് ഉമാ തോമസ് ചോദിച്ചിരിക്കുന്നത്. ഉമാ തോമസിന്റെ പേരിന്റെ ഒപ്പമുള്ള തോമസ് എന്നുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് രാഷ്ട്രീയ സംസ്കാരം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്രയും വലിയൊരു അപകടത്തിൽ ഈ നാട്ടിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ആ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി നടത്തിയ ആ ഇടപെടലുകളെ എണീറ്റ് വരുമ്പോൾ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കേട്ടു നിൽക്കുമ്പോൾ മന്ത്രി സജി ചെറിയാൻ ഉണ്ടാകാൻ പോകുന്ന മനോവേദന എത്രത്തോളമെന്ന് മനുഷ്യരായിട്ടുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും. എന്തുകൊണ്ട് അവർ ആ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ പോലും അവരെ പോയി കണ്ട ഒരു സജി ചെറിയാനുണ്ട്. രാവിലെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിരുന്നു. സാധാരണ ഉച്ച കഴിഞ്ഞാൽ വരാറ്. ഇപ്പൊ രാവിലെ വന്നു. അത് കാരണം ഇങ്ങനെയൊന്നും എന്തെങ്കിലും പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ
കണ്ടല്ലോ. എറണാകുളത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴും ആശുപത്രിയിൽ നേരിട്ടെത്തി സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി സജി ചെറിയാൻ സമയം കണ്ടെത്തി. ആ വ്യക്തിയാണ് സംസ്കാരമില്ലാത്ത മന്ത്രിയാണെന്ന് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. അത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വലിയൊരു വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളോ അന്ന് അവർക്ക് അവിടെ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കി എന്നതിനെ സംബന്ധിച്ചൊക്കെ അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് അതിജീവിച്ച സ്ത്രീ ആ പറഞ്ഞ വാചകം ഒരുപക്ഷെ അന്നത്തെ സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കാനോ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ പറഞ്ഞതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം. വീഴ്ച പ്രതീക്ഷിക്കാത്തതാണെങ്കിലും ഇങ്ങനെ കാണുന്നതിനുള്ള വിഷമമുണ്ടെങ്കിലും കാണുന്നത് സന്തോഷം തന്നെ. എല്ലാരും ചേർത്ത് പിടിച്ചു എന്നുള്ളത്. അതെ അതെ അതെ, നാടാകെ ചേർന്നതൊന്നും. അതെ, എനിക്കൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ ഈ പരിപാടിക്ക് പോയത് പോലും ഓർമ്മയിലില്ല. അത് ശരി. തീർത്തും ഓർമ്മയില്ല. അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വിഷ്വൽസ് വരുന്നത്. അതെ, പേടിയാവും. ചേർത്ത് പിടിച്ചു എന്നുള്ളതില് സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഒരേ കാര്യത്തിലായിരുന്നു. അതെ 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 മിനിസ്റ്റർ ആണെങ്കിൽ അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ചേർത്ത് പിടിച്ചൊരു വ്യക്തി അവർ ഇത് പറയുകയാണ്. അപ്രതീക്ഷിതമായി കല്ലൂരിലെ ഒരു പരിപാടിയിൽ വെച്ചുണ്ടായ സംഭവമാണ്. ആ സംഭവത്തിന് ശേഷം എല്ലാവരും ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഉദ്ഘാടനം ആരംഭിച്ചത് കൊണ്ട് മാത്രം മന്ത്രി അതിൽ 2 വാക്കുകൾ പ്രതികരിച്ചതിന് ശേഷം നേരെ ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അതിനുശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് ഏകോപിപ്പിച്ചൊരു വ്യക്തി, കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് പിന്നീട് ഒരാൾ പറയുകയാണ്. അത് മന്ത്രി സജി ചെറിയാനെന്നല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായി മുറിവേറ്റിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനായിട്ട് അവരുടെ വേദനകളിൽ ഒപ്പം നിന്നതിന് ശേഷം പിന്നീട് തള്ളിപ്പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട്. അതാണിപ്പോ സജി ചെറിയാൻ അനുഭവിക്കുന്നത്. അത് നാളെ ഒരുപക്ഷെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഉമാ തോമസ് എന്ന വ്യക്തി ഇതുപോലെ മറ്റാർക്കെങ്കിലും വേണ്ടി സജി ചെറിയാൻ ചെയ്തതുപോലെ നിന്ന സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുത്തതിന് ശേഷം ആ വ്യക്തി എണീറ്റ് വന്നതിന് ശേഷം ഇതുപോലെ പരസ്യമായിട്ട് പറയണം. അപ്പോഴായിരിക്കും ഇന്നലെ ആ സംസ്കാരമില്ലെന്ന് പറഞ്ഞ വാചകം ഉമാ തോമസിന് എത്രമാത്രം വേദന ഉണ്ടാക്കും, എത്രമാത്രം മാനസികമായി തകർക്കും എന്നതിനെ സംബന്ധിച്ച് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോഴും ആ വീഴ്ചയിൽ നിന്നുണ്ടായ ഒരു മറവിയുടെ ഭാഗമായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമാണ് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്.